പേര് സതീഷ് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് മൃഗബലിയെ കുറിച്ചാണ്. ഹിന്ദു മതത്തിൽ ആളുകളുടെ രൂപം കൊത്തിവെച്ച് വിഗ്രഹത്തിന്റെ മുന്നിൽ മൃഗത്തെ അറുത്തതിന്റെ രക്തം ഒഴിച്ചുകൊണ്ട് ദൈവം എന്ന് സങ്കല്പിച്ച് അത് സ്വീകരിക്കുവാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെയാണ് ഹിന്ദു മതം ചെയ്യുന്നത്. അത് തെറ്റാണ് എന്ന് എനിക്കറിയാം. ഞാൻ അതിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഇതേ രീതി തന്നെയാണോ, ഇതന്നെയാണോ ഉദ്ദേശം ഇസ്ലാമിലെ മൃഗബലി എന്നതുകൊണ്ട്? ഈശ്വരന് ഒരു മൃഗത്തിനെ കൊന്നുകൊണ്ട് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതെങ്ങനെയാണെന്ന് വിശദീകരിച്ചു. ഹിന്ദുമതത്തിൽ വിഗ്രഹത്തിന് മുന്നിൽ ആ മൃഗത്തെ ബലിയർപ്പിച്ച് രക്ത അഭിഷേകം ചെയ്യുന്നത് പോലെയാണോ ഇസ്ലാമിലെ മൃഗബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെന്താണ് ഉദ്ദേശം എന്നാണ് ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ബലിയിറക്കുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ല, നിങ്ങളുടെ മനസ്സിന്റെ സമർപ്പണമാണ്, തഖ്വയാണ് അല്ലാഹുവിലെത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൃഗബലി യഥാർത്ഥത്തിൽ സമർപ്പണത്തിന്റെ പ്രകടനമാണ്. ഒപ്പം തന്നെ പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന്റെ ഭാഗം. മൃഗം എന്ന് പറയുമ്പോൾ ഏത് ജീവജാലങ്ങളാണെങ്കിലും ഭൂമിയിലെ മനുഷ്യൻ എന്നുള്ള കേന്ദ്ര കഥാപാത്രത്തിന് നേർക്കുനേരെയോ അല്ലാതെയോ ഉപഭോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് പടച്ച തമ്പുരാൻ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. സസ്യബുക്കുകൾ, മാംസബുക്കുകൾ, മിശ്രബുക്കുകൾ, ഇങ്ങനെയുള്ള ഒരു ചക്രം, ഒരു ഭക്ഷണ ചക്രം. അത് നമ്മൾ പറയുക സസ്യങ്ങൾ ഉൽപാദകരാണ്. ആ ഉൽപാദകരിൽ നിന്ന് ഊർജം സസ്യബുക്കുകൾ സ്വീകരിക്കുന്നു, സസ്യബുക്കുകളിൽ നിന്ന് മാംസബുക്കുകൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മിശ്രബുക്കുകൾ സ്വീകരിക്കുന്നു. ഇതാണ് അങ്ങനെ ആ മിശ്രബുക്കുകളും മാംസബുക്കുകളും സസ്യങ്ങളുമെല്ലാം ചത്ത് മണ്ണടിയുമ്പോ മണ്ണിൽ വിഘാടകർ അതിനെ വിഘടിപ്പിച്ച് വീണ്ടും സസ്യങ്ങൾക്ക് അത് വളമായി മാറുന്നു. അത് വീണ്ടും ഇങ്ങനെ വരുന്നു. അതിന്റെ ചക്രം അതാണ്. ഈ ചക്രം പടച്ചവൻ ഇവിടെ നിശ്ചയിച്ചതാണ്. മനുഷ്യൻ ആ ചക്രത്തിൽ എവിടെയാണ് നിൽക്കുക? നമുക്ക് മനുഷ്യന്റെ ശരീരഘടന പരിശോധിച്ചാൽ, മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകളും വൈറ്റമിൻസും എല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ മിശ്രബുക്ക്. ആ മിശ്രബുക്ക് എന്നുള്ള നിലക്ക് മനുഷ്യന് ആവശ്യമായത് തന്നെയാണ് മാംസ ആഹാരമെന്ന്. ആ മാംസാഹാരത്തിന്റെ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ബലിയുടെ പ്രധാനപ്പെട്ട സംഭവം അത് സമർപ്പണത്തിന്റെ പ്രകടനമാണ്, പ്രതീകാത്മകമായത് എന്ന്. അത് ഇസ്ലാമിലെ മൃഗബലി നടക്കുക ബലി പെരുന്നാളിനോടനുബന്ധിച്ചാണ്. നിങ്ങൾക്കറിയാം, ബലി പെരുന്നാൾ എന്നത് ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണ ഉൾക്കൊള്ളുന്ന ഒരു കർമ്മമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു പ്രവാചകൻ. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടാകുന്നു. ആ മകൻ വലുതാകുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ആ പരീക്ഷണങ്ങളിൽ ഒരെണ്ണമായി ആ മകൻ ഒരൽപ്പം പിതാവിനെ സഹായിക്കണം എന്നുള്ളൊരു തലം എത്തുന്ന സന്ദർഭത്തിൽ, സഹായിക്കാനുള്ള ഒരു പ്രായം എത്തുന്ന സന്ദർഭത്തിൽ പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണം എന്താണ്? നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നിന്റെ മകനെ നീ പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടതുണ്ട്. പടച്ചവന്റെ കൽപ്പന. ഈ കൽപ്പന പടച്ചവന്റെ പ്രീതി. ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു, മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങളെ അതേപോലെ അനുധാവനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം, മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ. പടച്ചവൻ എന്ത് പറഞ്ഞോ അത് അതേപോലെ പിൻപറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണെങ്കിലും, എന്റെ ഇച്ഛയാണെങ്കിലും, എന്റെ ഇഷ്ടമാണെങ്കിലും, എന്റെ അഭിപ്രായമാണെങ്കിലും, എന്റെ യുക്തിയാണെങ്കിലും, എന്റെ ബുദ്ധിയാണെങ്കിലും അല്ല, പടച്ചവന്റെ തീരുമാനത്തിന് വിധേയമായി അവന്റെ മുന്നിൽ സമർപ്പിക്കുക. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അതേപോലെ സ്വീകരിക്കുക, എനിക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. ഇതാണ് ഒരു മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ മുസ്ലിമിന്റെ ഒരു പൂർണ്ണത, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമ്മൾ കാണുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവസാനം ആ പൂർണ്ണത എന്നുള്ള നിലക്ക് പടച്ചവൻ ആവശ്യപ്പെടണം, മകനെ ബലിയർക്കണം. ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ. ഓരോന്നൊരു പിതാവിന്റെ മകനോടുള്ള സ്നേഹം, അതോടൊപ്പം തന്നെ മകനെ ജീവിക്കുവാനുള്ള ആഗ്രഹം.
ഇത് രണ്ടും അവിടെ നമ്മൾ കാണുകയാണ്. പിതാവ് ഈ കാര്യം മകനെ അറിയിച്ചപ്പോ മകൻ പറഞ്ഞത് പടച്ചവന്റെ നിർദ്ദേശമാണോ എങ്കിൽ പിതാവേ എന്നെ നിങ്ങൾ ബലിയറുത്തുകൊള്ളുക, ഞാൻ ക്ഷമാശീലരിൽ പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ പടച്ചവന്റെ കൽപ്പന നിർദ്ദേശം അനുസരിക്കുവാൻ തീരുമാനിക്കുന്ന പിതാവും മകനും, ആ പിതാവിന്റെയും മകന്റെയും സമർപ്പണത്തിൽ പടച്ചവൻ തൃപ്തിപ്പെടുകയും അത് വേണ്ട എന്നറിയിക്കുകയും പകരം നിങ്ങൾ ഒരു ബലിമൃഗത്തെ അറുക്കുകയാണ് വേണ്ടത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു എന്ന്. അപ്പൊ ആ ബലിമൃഗത്തെ അറുക്കുന്നത് ഈ സമർപ്പണത്തിന്റെ പ്രകടനമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട എന്തിനേയും പടച്ചവന്റെ തീരുമാനമുണ്ടെങ്കിൽ, അവന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ അവന് മുന്നിൽ അവന് വേണ്ടി സമർപ്പിക്കുവാൻ സന്നദ്ധമാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ബലിയറുക്കുമ്പോൾ സംഭവിക്കുന്നത്. ആ ബലിമൃഗത്തിന്റെ മാംസം പാവപ്പെട്ടവന് ഭക്ഷണമായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ ബലിയറുക്കുന്നത് എന്റെ മാനസികാവസ്ഥയാണ്. പടച്ചവൻ പറഞ്ഞാൽ അതനുസരിക്കാൻ ഞാൻ സന്നദ്ധമാണ്, പടച്ചവന് വേണ്ടി എന്തും സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് അവിടെ നടക്കുന്നത് എന്നർത്ഥം.